ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്ക് മറ്റൊരു സ്ത്രീയോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ അഫെയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇവർക്ക് മാത്രമായിരിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുക, ആ ഒരു സ്ത്രീക്ക് തിരിച്ച് ആ ഒരു ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും ഇവർക്ക് മറ്റൊരു സ്ത്രീയോടുള്ളൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ക്രഷ് അടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും. അതിനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് അവരുടെ അപ്പിയറൻസിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം വരെ അവര് ഏകദേശം നിങ്ങൾക്ക് അറിയണ്ടാവില്ല എങ്ങനെയാണ് ശരിക്കും അവർ നടക്കാറുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താത്തൊരു പേഴ്സൺ പെട്ടെന്ന് ഒരു ചേഞ്ച് അവരുടെ ആ ഒരു അപ്പിയറൻസിൽ കൊണ്ടുവരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വേറെ മോഡൽ ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും, സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ റെമഡീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്നാണ് അവരിൽ മാറ്റങ്ങൾ വന്നത്. അതിനെക്കുറിച്ചൊന്നും ഒന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു, അത് പെട്ടെന്ന് ചെയ്യുന്നു. എന്നാൽ നിങ്ങളോട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല, എങ്ങനെയുണ്ടെന്നും ചോദിക്കുന്നുണ്ടാവില്ല. അങ്ങനെയല്ല, ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ മറ്റാരെയും അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെപ്പോഴും ആർക്കൊക്കെയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മൈൽ ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു സൈൻ ആയിട്ട് എടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പോയിന്റോ 2 പോയിന്റോ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് വേറൊരു അഫെയർ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അതായത് അവരെപ്പോഴും ഫോൺ നോക്കിയിരിക്കുക, അതുപോലെ തന്നെ ചിരിക്കുക എന്ന് പറയുമ്പോൾ, നോർമലി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അവരുടെ റിപ്ലൈസ് കുറച്ച് ഫണ്ണായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്കാണ് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉറപ്പിക്കരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. അപ്പോൾ ഇങ്ങനെയും അവർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനെ മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എപ്പോഴും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ വരാം, മേ ബി സൈലന്റ് ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയൊന്നുമില്ല, മീൻസ് സൗണ്ട് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ വരുമ്പോൾ ഫോണൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയും അതൊരു സൈനായിട്ട് തന്നെ എടുക്കാം, അവർക്ക് മറ്റൊരു അഫെയർ ഉണ്ട് എന്നുള്ളതിൻ്റെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സാധാരണമായിട്ട് നിങ്ങളിരുന്ന് സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ വരെ ആ ഒരു സ്ത്രീയെ കുറിച്ച് ഇവരിടയ്ക്ക് പറയുന്നുണ്ടാവും. അതായത് നോർമലായിട്ട് നിങ്ങളിരുന്ന് സംസാരിക്കുകയാണ്, ചിലപ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ടാവും, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ ആ ഒരു സ്ത്രീയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് അവരെങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിൽ ആ ഒരു സ്ത്രീയെ കുറിച്ച് എപ്പോഴും ചിന്ത വരുന്നുണ്ട് എന്നുള്ളതാണ്, അവരെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഒരാളെ കുറിച്ച് ആലോചിക്കുക എങ്ങനെയാണ്, നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളായിരിക്കും. ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കാൻ പോലും നിൽക്കൂല. അതായത് ഇതേമേ അവരുടെ മുഖം പോലും എൻ്റെ മനസ്സിലേക്ക് വരല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നല്ല, അവരെ കുറിച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, പറയണതിൻ്റെ ഇടയ്ക്കൊക്കെ അവരെ കുറിച്ച് പറയുന്നൊക്കെ നല്ല കാര്യവുമാണ് എന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ അഫെയറിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആ ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു സ്ത്രീയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവും എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ അവരോട് എടുത്ത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് മോശമായ രീതിയിലായിരിക്കാം. അതായത് നിങ്ങൾ കൂടുതൽ അവരെ കുറിച്ച് ചോദിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാകുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോശമായ പ്രതികരണമാവും അവരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നെർവസ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത്, ആ സ്ത്രീയോട് പ്രത്യേകിച്ച് അവർക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം അവരെ കുറിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ദേഷ്യം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങളും അവരും തമ്മിൽ ഇമോഷണലി വല്ലാതെ ഡിസ്റ്റൻസ് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നൊന്നുമില്ല, അടുത്തൊരുപാട് ഇരിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉള്ളതുപോലെ. പക്ഷെ അത് ആദ്യം മുതലേ അല്ല, വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവരുടെ ലൈഫിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കുന്ന മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു അഫെയർ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷേ അതായത് ഇതിൽ 1-2 പോയിന്റുകൾ മാത്രം കണ്ടുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ശരിക്കും ഒരു എക്സ്ട്രാ അഫെയർ ആയിരിക്കാം എന്നുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. എല്ലാം ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി എടുക്കുക. ദെൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്